ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ആദ്യം വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അതിൽ നടക്കുന്ന എനർജി കൺവേർഷൻസുമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഒരു ഇലക്ട്രിക് കെറ്റിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചൂടാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റായിട്ടാണ് മാറുന്നത്. അതിനെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയും. ഇനി മിക്സി ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മിക്സി, മോട്ടോർ, പമ്പ് സെറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിന് നമുക്ക് മെക്കാനിക്കൽ എഫക്റ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ബൾബ് പോലെയുള്ള ഉപകരണങ്ങളിലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറുന്നത്? ലൈറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഒരു ഉപകരണം എന്ത് യൂസ്ഫുള്ളായ എനർജി ആയിട്ടാണോ മാറ്റുന്നത് അതിനാണ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും എനർജി കൺവേർഷൻ ഓർത്ത് വയ്ക്കുക. പണ്ട് സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ചോദിക്കുമായിരുന്നു. സോ ഇനി നമുക്കത് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ അതിന് മറ്റേ പേര് പറഞ്ഞ് വിളിക്കുന്നത് എന്താണ്? ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്ന് വിളിക്കും. എന്താ സംഭവം? ഒരു കണ്ടക്ടിങ് വയറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് ചൂടാവുന്നതിനെയാണ് നമ്മൾ ഓമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. കാരണം ഇതിനെപ്പറ്റി പറഞ്ഞ നിയമത്തിൻ്റെ പേര് ജൂൾ ലോ ആയതുകൊണ്ടാണ് ജൂൾ ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്ന ഹീറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ചെയ്യുന്ന വർക്കാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റായിട്ട് മാറുന്നത്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ ഓം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഉപകരണത്തിൻ്റെ മെയിൻ ഭാഗത്തിന് നമ്മൾ ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് ഹീറ്റായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ആ പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസിനെ പറ്റി പറഞ്ഞ നിയമം ജൂൾ നിയമം ആയതുകൊണ്ട് ജൂൾ ഹീറ്റിംഗ് എന്ന് വിളിക്കും. എല്ലാം കൊണ്ടും ഉണ്ടാകുന്ന എന്ത് തന്നെയാണ്? ഹീറ്റാണ്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഉപകരണത്തിൻ്റെ പ്രധാന ഭാഗമുണ്ടല്ലോ, അതിനാണ് ഹീറ്റിംഗ് ഓയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ചോദ്യം, ഹീറ്റിംഗ് ഓയിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഉത്തരവാണ് നിക്രോം. നിക്രോം എന്താണ്? നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയി ആണ്. അപ്പോൾ അലോയി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റലുകൾ ചേർന്നുണ്ടാകുന്ന അലോയി. എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോമിനെ യൂസ് ചെയ്തത് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസിലൊന്ന് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ആ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യത്തില്ല, ഇത് പെട്ടെന്ന് കൊറോഡ് ചെയ്ത് പോകത്തില്ല. ഇതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ലോങ് ടൈമിൽ റെഡ് ഹോട്ട് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ നിക്രോം വയറിനുണ്ട്. അപ്പോൾ അറിയാമല്ലോ, ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം റെസിസ്റ്റൻസ് ആണ്. സോ നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് ഉള്ളത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒരു യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയുമുള്ള ഒരു കണ്ടക്ടർ കാണിക്കുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റോ ഇസ് ഈക്വൽ ടു R × A/L ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം മീറ്റർ ആണ്. അപ്പോൾ മെറ്റീരിയൽസിന് നമുക്ക് എത്രത്തോളം റെസിസ്റ്റൻസ് അത് തരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ റെസിസ്റ്റിവിറ്റി നോക്കിയാൽ മതി. റെസിസ്റ്റിവിറ്റി കൂടിയ ആൾക്ക് കൂടിയ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നിക്രോമിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അതായത് എന്തായിരിക്കും? ചെറിയൊരു ലെങ്ത് ഓഫ് നിക്രോം വയർ എടുത്താൽ തന്നെ അതിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ എന്താണ് നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുതൽ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡക്റ്റിലിറ്റി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെ? ചെറിയൊരു വയർ പോലെ ആക്കാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പോൾ ഡക്റ്റിലിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹീറ്റിംഗ് കോയിലുകളെല്ലാം എന്താണ്? നമ്മുടെ ഹീറ്റിംഗ് കോയിലുകളെല്ലാം എന്താണ്? റെസിസ്റ്റിവിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിവിടെ നോക്കിയേ, നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം കൂടുതലാണ് ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ. സിൽവർ ആണ് ഏറ്റവും നല്ല കണ്ടക്ടർ, അപ്പോൾ റെസിസ്റ്റിവിറ്റി വളരെയധികം കുറവാണ്. അടുത്ത അലൂമിനിയം. ഓക്കെ, മനസ്സിലാവുമല്ലോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഒരു മെറ്റീരിയലിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അത് അതിൻ്റെ റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് തീരുമാനിക്കും. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുലയാണ് റോ ഇസ് ഈക്വൽ ടു R × A/L. ഇവിടെ തന്നിട്ടുള്ളത് റെസിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ്. യൂണിറ്റ് ഓം മീറ്റർ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അഥവാ ജൂൾ നിയമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ് തന്നിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കറണ്ട് എന്ന് പറയുന്നത് കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടുന്നു.
കറണ്ടിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ടാണ് ടെമ്പറേച്ചർ കൂടുന്നത്. അതായത് കറണ്ട് 1 ആകുമ്പോൾ ടെമ്പറേച്ചർ അതിൻ്റെ സ്ക്വയർ ടൈംസ്, 2 ആകുമ്പോൾ 4 മടങ്ങ്, 3 ആകുമ്പോൾ 9 മടങ്ങ്, അങ്ങനെയാണ് മാറുന്നത്. അത് നമുക്കിവിടുന്ന് മനസ്സിലാക്കേണ്ടതാണ്. 2 ആണ് സമയം, 3 ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ 2 മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം റെസിസ്റ്റിവിറ്റി കൂടിയ ആൾ നിക്രോമാണ്. അപ്പോൾ നിക്രോമിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നത്. സോ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. 1 കറണ്ട്, 2 എന്ന് പറയുന്നത് അവിടുത്തെ ടൈമാണ്, 3 എന്ന് പറയുന്നത് അവിടുത്തെ മെറ്റീരിയലിൻ്റെ എന്താണ്, റെസിസ്റ്റൻസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൂടി ചേർത്ത് പറഞ്ഞത് ആദ്യം ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. അതുകൊണ്ട് എന്ത് വിളിച്ചു? ജൂൾ നിയമം എന്ന് വിളിച്ചു. അപ്പോൾ ജൂൾ നിയമത്തിൽ പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് സ്ക്വയർ ഓഫ് ദ കറണ്ടിന്. ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയലിന്. ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് സ്ക്വയർ ഓഫ് ദ ടൈമിന്. സോ 3 കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടും H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT. ഇതാണ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല. സോ ഡെഫിനേഷനായിട്ട് തന്നെ ചോദിക്കും, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ദിസ് ഈസ് ജൂൾസ് ലോ. അപ്പോൾ ഇവിടെ കറണ്ട് എടുക്കേണ്ടത് ആംപിയറിലായിരിക്കണം, റെസിസ്റ്റൻസ് എടുക്കേണ്ടത് ഓമിലായിരിക്കണം, ടൈം എടുക്കേണ്ടത് സെക്കൻഡിലായിരിക്കണം. പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ മിനിറ്റ് തരും. മിനിറ്റിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റാൻ. ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. ഡയറക്റ്റ് അപ്ലൈ എന്ന ചോദ്യമായിരിക്കും കൂടുതലും വരുന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? I സ്ക്വയർ RT. അപ്പോൾ നമ്മൾ കറണ്ടിനെ ഇരട്ടിയാക്കി അല്ലെങ്കിൽ കറണ്ടിനെ പകുതിയാക്കി എന്ന രീതിയിൽ പറയുമ്പോൾ ഹീറ്റിന് വരുന്ന മാറ്റം എന്ത് എന്ന ചോദ്യങ്ങൾ വരും. അതായത് വെൻ ദ കറണ്ട് വാസ് ഡബിൾഡ് ഹീറ്റിന് എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയറിനെയാണ് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിന് വരുന്ന മാറ്റം എന്തോ ആയിക്കോട്ടെ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി, ഡബിളിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. അപ്പോൾ ഹീറ്റിന് വരുന്ന മാറ്റം എന്തായിരിക്കും? 4 ഇരട്ടി മാറ്റമായിരിക്കും. കറണ്ട് എന്ന് പറഞ്ഞ പകുതിയായാൽ അപ്പോൾ 1/2 സ്ക്വയർ ആണ്. അപ്പോൾ എന്താണത്? 1/4 ആണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് 1/4 ആയിട്ട് കുറയും. 3 ഇരട്ടിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്ക്വയർ 9 ഇരട്ടിയായിട്ട് ഹീറ്റ് മാറും. 1/3 ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ 1/9 ആയിട്ടായിരിക്കും ഹീറ്റ് മാറുന്നത്. റെസിസ്റ്റൻസിലും ടൈമിലും പറയുന്ന മാറ്റം കുഴപ്പമില്ല, കാരണം റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന അതേ മാറ്റം തന്നെയായിരിക്കും ഹീറ്റിലും വരുന്നത്. അപ്പോൾ ഇത് മറക്കാതെ പഠിച്ചോളണം. പ്രധാനമായിട്ടും ഈ ഡബിൾ, ട്രിപ്പിൾ, ഹാഫ് ഇതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഹീറ്റിൻ്റെ 3 ഫോർമുലകൾ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. കാരണം ഒന്നാമത്തെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല എന്താണ്? I സ്ക്വയർ RT. ഹീറ്റിന് 2 അധികം ഫോർമുലകൾ കൂടെ ഉണ്ട്. ഒന്ന് V സ്ക്വയർ ബൈ R ഇൻറ്റു T. എപ്പോൾ ഉപയോഗിക്കും? വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും അറിയാമെന്നുള്ളപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കണം. അല്ലെങ്കിലുള്ള മറ്റൊരു ഫോർമുലയാണ് VIT. റെസിസ്റ്റൻസ് ഇല്ലാത്ത കേസ് വരുമ്പോൾ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചോദ്യം തരുമ്പോഴത്തേക്കും തന്നിട്ടുള്ള നോക്കണം. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഈസ് അറ്റ് 230 വോൾട്ട് ഈസ് 920 ഓം. വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും തന്നപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അത് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ചെയ്യാനായിട്ട്. പിന്നെ വലിയ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്ക്വയർ വരുമ്പോൾ മാക്സിമം അവിടെ വെച്ച് 230 സ്ക്വയർ ഒന്നും എടുക്കാൻ നിൽക്കാതെ അതിനെ 230 × 230 അല്ലെങ്കിൽ ഏത് സംഖ്യയാണോ അങ്ങനെ എഴുതിയിട്ട് താഴത്തെ സംഖ്യയായിട്ട് വെട്ടിക്കളയാൻ നോക്കുക. വെട്ടിപ്പോകുന്ന നമ്പേഴ്സ് ആയിരിക്കും 99% തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. സോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല, ഞാനതിൻ്റെ ട്രിക്ക് മാത്രമേ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താണ്? ഹീറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? I കണ്ടുപിടിക്കണം, ആറും ടിയും തന്നിട്ടുണ്ട്. H is equal to I സ്ക്വയർ RT വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, കറണ്ട് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഹീറ്റ് കണ്ടുപിടിക്കണം. H is equal to I സ്ക്വയർ RT വെച്ച് തന്നെ ചെയ്യും. ഇനി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് വരുന്ന അടുത്ത ഭാഗമാണ് ഇത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ആര് കോൺസ്റ്റൻ്റ് ആണ്? വോൾട്ടേജിന് മാറ്റം വരാതെ സർക്യൂട്ടുകളിൽ ഹീറ്റ് പ്രൊഡക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കറണ്ട് ഫ്ലോ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ പറയണം. സംശയമാണെങ്കിൽ ഒന്നുകൂടി പറയാം. അതിലധികമോ സർക്യൂട്ട് തന്നിട്ട് അവിടുത്തെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ചോദ്യം തന്നിട്ട് ചോദിക്കുന്ന ഏറ്റവും നല്ല
ഈ ഫിഗർ തന്നിട്ടുള്ള ചോദിക്കുന്ന ഏറ്റവും നല്ല ചോദ്യം എന്ന് വെച്ചാൽ ഇവിടെ 3 എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉണ്ടാവും? കണ്ണും പൂട്ടി നിങ്ങൾക്ക് പറയാം, എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെ ആയിരിക്കും ഹീറ്റ് കൂടുതൽ. റെസിസ്റ്റൻസിനെ പറ്റി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട. വോൾട്ടേജ് കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കറണ്ടാണ്. കറണ്ട് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? ഹീറ്റ് കൂടുതലെന്ന് പറയുന്നത്. കാരണം I²RT ആണ് ഹീറ്റ്. സോ ഐയുടെ സ്ക്വയർ വരുന്നതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും? കറണ്ടിനെ ആയിരിക്കും. സോ ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്, വെൻ ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഡിക്രീസ്ഡ്, ദ കറണ്ട് ഇൻക്രീസസ്, ഹെൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ്. കണ്ടോ, പലപ്പോഴും സംശയം വരുന്നത് റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യും, സാറ് റെസിസ്റ്റൻസ് കുറയുകയല്ലേ, അപ്പോൾ ഹീറ്റ് കുറയൂലേ എന്ന് ചിന്തിക്കരുത്. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്ന കണ്ടീഷൻ തരുന്നുണ്ട്. അപ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് കൂടിയാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉള്ളത് എവിടെയാണോ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ചോദ്യം ഇതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ചോദിക്കാം. അത് നിങ്ങൾ എഴുതുമെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലത്തിനകത്ത് നമ്മളെല്ലാം ചെയ്തിപ്പിച്ച പ്രോബ്ലമാണ്, സിമ്പിൾ ചോദ്യങ്ങളാണ്. കണ്ടോ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇവിടെ നോക്കിയേ, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് ഫോർ 15 മിനിറ്റ്സ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ? എങ്ങനെ ചെയ്യും? I തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. I തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. അപ്പോൾ H ഈസ് ഈക്വൽ ടു VIT വെച്ച് നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? ഹീറ്റ് കണ്ടുപിടിക്കാം. ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിയും ഐയും അറിയാമെങ്കിൽ നമ്മുടെ ഓംസ് ലോ ഉണ്ടല്ലോ, V ഈസ് ഈക്വൽ ടു I × R, അത് വെച്ച് നമുക്കിവിടെ R കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന ഇലക്ട്രിക് പവറിലോട്ടാണ്. ഒരു ഇലക്ട്രിക്കൽ ഉപകരണം എത്രത്തോളം എനർജി അല്ലേ എടുത്തിട്ട് എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ എൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഇലക്ട്രിക് പവർ. ഇവിടെ ഉറപ്പായിട്ട് ചോദിക്കുന്ന പവറിൻ്റെ യൂണിറ്റ് ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വാട്ടാണ്, അഥവാ W ആണ് നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പവറിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ പവറിൻ്റെ ഫോർമുല പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അത് വരുന്ന രീതി ചോദിക്കാൻ ചാൻസ് അറിയില്ല, എങ്കിലും ഇത്രയേ ഉള്ളൂ. ഹീറ്റിൽ നിന്ന് ബൈ ടൈം ചെയ്താൽ മതി. കാരണം ഒരു ഉപകരണത്തിൽ, ഒരു പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപകരണത്തിൽ അത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഹീറ്റിൻ്റെ ഫോർമുല എഴുതിയിട്ട് അതിൽ നിന്ന് ബൈ T ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പവറിൻ്റെ ഫോർമുല കിട്ടും. ആദ്യം H ഈസ് ഈക്വൽ ടു I²RT ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പവർ ഈസ് ഈക്വൽ ടു I²R എന്ന് കിട്ടും. V²/R × T യിൽ നിന്ന് നമുക്ക് V²/R എന്ന് കിട്ടും. VIT യിൽ നിന്ന് നമുക്ക് V × I എന്നും കിട്ടും. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോർമുല പവർ ഈസ് ഈക്വൽ ടു V × I എന്നാണ്. മൂന്നിലും യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടാണ്. ഓക്കെ, പവർ. ഇനി പവർ നമുക്ക് അറിയാമെങ്കിൽ, ടൈമും അറിയാമെങ്കിൽ, ഹീറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയാണ്. അത് വേറൊന്നുമല്ല, പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ മുകളിൽ എഴുതി വെച്ചേക്കാണ്, ഹീറ്റ് ബൈ ടൈം എന്ന്. അപ്പോൾ അതിൽ നിന്നും ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പവർ × ടൈം ഫോർമുലയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ ഞെട്ടിപ്പോകരുത്. ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പവറിന് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങളെങ്കിലും മിനിമം ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പോകാനായിട്ട്. ഇനി ഇവിടെ അടുത്ത് വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റേറ്റിങ്ങിനെ പറ്റിയാണ്. അതായത് ഓരോ ഉപകരണത്തിലും പവർ റേറ്റിംഗ് ഉണ്ടാവും. അതായത് 230 വോൾട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ 100 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനത്തെ പവർ റേറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന റേറ്റഡ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ റേറ്റഡ് പവർ കിട്ടുള്ളൂ. വോൾട്ടേജ് കുറഞ്ഞാൽ അപ്പോൾ തരുന്ന പവറും എന്ത് ചെയ്യും? കുറയും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ദ അപ്ലയൻസ് ഓപ്പറേറ്റ് എബോവ് ഓർ ബിലോ ദ ഗിവൺ വോൾട്ടേജ്, ദ പവർ വിൽ വേരി അക്കോർഡിംഗ്ലി. ദാറ്റ് ഈസ്, ഇഫ് ദ വോൾട്ടേജ് ഇൻക്രീസസ് the power increases and if the voltage decreases the power will decrease. അപ്പോൾ ഇതാണ് പവർ റേറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി പവർ റേറ്റിംഗായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, 230 വോൾട്ടിൽ 100 വാട്ട് പവർ തരുന്ന ഒരു ഉപകരണം 150 വോട്ട് ആകുമ്പോൾ എത്ര പവർ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് റേഷ്യോ വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ചെയ്യരുത്. എന്ത് ചെയ്യണം? നമ്മൾ ഫോർമുല, ഏത് ഫോർമുല? V²/R ഫോർമുല വെച്ചിട്ട്
R കണ്ടുപിടിക്കണം. ഓക്കെ, V സ്ക്വയർ ബൈ, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായല്ലോ. 230 വോൾട്ടിൽ 100 വാട്ട് തരുമെങ്കിൽ, ചുമ്മാ ഞാൻ ഒരു നമ്പർ പറയുകയാണേ, 150 വോൾട്ടിൽ എത്ര പവർ തരും? അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, എത്രയാണ് 50 വാട്ട് പവർ വരുന്നത് ഏത് വോൾട്ടേജിലാണ്? എന്ത് വന്നാലും നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ചിട്ട് P = V സ്ക്വയർ ബൈ R വെച്ചിട്ട് R കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് രണ്ടാമത് ഒന്നുകിൽ പവറോ വോൾട്ടേജോ ഒന്ന് തന്നേക്കും, അതെടുത്ത് കൊടുത്തിട്ട് ഇതേ R തന്നെ അവിടെ കൊടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഉപകരണത്തിൻ്റെ വോൾട്ടേജ് മാറുമ്പോൾ പവർ മാറും, പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല, അത് ആദ്യമുള്ളത് തന്നെ ആയിരിക്കും. ഇവിടുത്തെ ചോദ്യം നോക്കി, ഇഫ് അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ ആൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക്ഡ് 800 വാട്ട് 240 വോൾട്ട് പ്രൊഡ്യൂസസ് 200 വാട്ട്. കണ്ടോ, 800 വാട്ട് 240 തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് R കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ P = V സ്ക്വയർ ബൈ R. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് R എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? V സ്ക്വയർ ബൈ P ആയിരിക്കും. P സ്ക്വയർ ഇവിടെ എത്രയാണ്? 240 × 240 ബൈ P എത്രയാണ്? പവർ 800 എന്ന് ചെയ്തിട്ട് നമുക്കിവിടെ R കിട്ടും. ഈ R എടുത്ത് രണ്ടാമത്തെ കണ്ടീഷന് കൊടുക്കണം. രണ്ടാമത്തെ കണ്ടീഷന് പവറാണ് വന്നിട്ടുള്ളത്, എത്രയാണ്? 200 വാട്ട് എന്ന്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വോൾട്ടേജ് ആണ്. പക്ഷേ റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ആ റെസിസ്റ്റൻസ് വെച്ചിട്ട് എന്താണ്? P = V സ്ക്വയർ ബൈ R. ഇതിൽ നിന്നും V സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? P × R. V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? √P × R വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇവിടുന്ന് ഉറപ്പായിട്ട് വരും. ഇത് നിങ്ങൾ ഷുവറായിട്ട് എഴുതി വെച്ചോ, ഇവിടുന്ന് ഈ ടൈപ്പ് ചോദ്യം വരാൻ ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ഇതാണ് പവറിനകത്ത് വരുന്നത്. ഇനി വരുന്നത് വാട്ട് അവർ മീറ്റർ ആണ്. ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എന്താണ് എനർജി കൺസ്യൂം ചെയ്ത് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഒറ്റ ഫോർമുലയേ ഉള്ളൂ, ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് E = എന്താണ്? പവർ ഇൻറ്റു ടൈം. അവിടെയാണ് ഒരു പ്രശ്നം. പവർ ഇൻറ്റു ടൈം എന്ന് നമ്മൾ സാധാരണ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പവർ എന്ന് പറയുന്നത് വാട്ടിലും ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലും. അപ്പോൾ എനർജി കിട്ടുന്നത് വാട്ട് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും. പക്ഷേ നമുക്ക് വീടുകളിൽ വാട്ട് സെക്കൻഡ് അല്ല, ഞാനിവിടെ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ എനിക്കിവിടെ കിട്ടേണ്ടത് കിലോ വാട്ട് എന്ന് പറയുന്ന പവറിലും ടൈം എന്ന് പറയുന്നത് അവറിലും ആയിരിക്കും. അപ്പോഴേ നമ്മൾ തന്നെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് വിളിക്കുകയുള്ളൂ. കണ്ടോ, യൂണിറ്റ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള പവറിനെ വാട്ട്, അതിന് കിലോ വാട്ടിലോട്ട് മാറ്റാൻ പവർ തന്നിട്ട് അതിന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടൈം എന്ന് പറയുന്നത് അവറിൽ തന്നു കഴിഞ്ഞാൽ അവറിലുള്ള ടൈം തന്നെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇനി അവറിലല്ലെങ്കിൽ എന്താണ്? 60 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റിക്കൊള്ളണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3600 കൊണ്ടായിരിക്കും മാറുന്നത്. ഇത് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി ഇവിടുത്തെ മറ്റൊരു സംഭവം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ടൈപ്പ് ചോദ്യം. ഓക്കെ, പവർ തന്നേക്കും, ടൈം തന്നേക്കും, നമുക്ക് എനർജി കണ്ടുപിടിക്കാം. പവർ ഇൻറ്റു ടൈം ബൈ 1000. ഇനി 5 ഡിവൈസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ഡിവൈസ്. ഇപ്പോൾ 5 ഇലക്ട്രിക് ബൾബ്, ഒന്നിൻ്റെ പവറും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എനർജി കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്പർ ഓഫ് ഡിവൈസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറന്നു വരുത്. ഇപ്പോൾ പവർ ഇൻ വാട്ട്, ടൈം ഇൻ അവർ ബൈ 100 ഇൻറ്റു എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്തോളണം? ഡിവൈസിൻ്റെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പവർ, ടോട്ടൽ എനർജി, പവർ അല്ല ടോട്ടൽ എനർജി കിട്ടുന്നത്. ഇനി ഒരു എനർജിക്ക് 5 രൂപയാണെങ്കിൽ മൊത്തം എനർജിക്ക് എത്ര രൂപയായെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ ആ പറയുന്ന എമൗണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദ്യം ഇവിടെ വരത്തുള്ളൂ. വേറെ ഞാനിപ്പോൾ ഒരു മോഡൽ ചോദ്യം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇനി വരുന്നത് എനർജി കൺസപ്ഷൻ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറഞ്ഞതില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എനർജി ക്രൈസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡിനനുസരിച്ച് എനർജി കിട്ടാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എനർജി ക്രൈസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം റിന്യൂവബിൾ എനർജീസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇവിടെ പഠിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? റൂഫ് ടോപ്പ് പ്രോജക്റ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാർബൺ ഫുട് പ്രിൻ്റ് ആണ് ലാസ്റ്റ് ടോപ്പിക്ക്. വേറൊന്നുമില്ല. നമ്മൾ നോക്കി ഇവിടെ എന്താ പറയുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൺവേർട്ടഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് ഇക്വലന്റ് ടു ദ മെഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് കാർബൺ ഫുട് പ്രിൻറ്റ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും എനർജി ഉപയോഗിക്കും. ആ എനർജി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യും. സോ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ നിന്നുണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമൗണ്ടിനെ കാർബൺ ഡൈ ഓക്സൈഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു സാധനം ഓർഡർ ചെയ്തു, അത് വീട്ടിൽ കൊണ്ട് തരാനായിട്ട് ഒരുപാട് പെട്രോൾ കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ്? കാർബൺ ഫുട് പ്രിൻ്റ് വരുന്നതാണ്. സോ ഈ ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. എങ്ങനെയൊക്കെ കുറയ്ക്കാം?
അത് ചോദിക്കും. നമ്മുടെ വീട്ടിലുള്ള ഡൊമസ്റ്റിക് എനർജി കൺസംഷൻ നമ്മൾ മാക്സിമം കുറയ്ക്കണം. ഫുഡ്, നമ്മൾ എന്ത് സാധനവും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജി കൺസംഷൻ കുറയും. ഫുഡ് വേസ്റ്റ് ആക്കരുത്. യാത്ര ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. റീയൂസബിൾ പ്രോഡക്റ്റുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുന്ന കാര്യം നമ്മുടെ സൊസൈറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്, പഠിപ്പിച്ചു തന്നതല്ല. പഠിപ്പിച്ചു തന്ന ഓൾറെഡി ക്ലാസ്സസ് ഉണ്ട്. സോ ഇത്രയാണ് ഇവിടുന്ന് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് എടുത്ത് കണ്ടിട്ട് നിങ്ങൾ ചാപ്റ്റർ ഒന്നുകൂടി പഠിക്കുമ്പോൾ ചാപ്റ്റർ സെറ്റ് ആവും. സോ എക്സാം നല്ല ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.